ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആലില ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ആലിലയെ നമ്മളൊന്ന് സ്കെൽറ്റൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ആലില നമുക്ക് സ്കെൽറ്റൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് ഒരു 2-3 ആഴ്ച നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുക. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കൈ വെച്ച് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ആ ഇലയുടെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറി സ്കെൽറ്റനായി വരുന്നത് കാണാൻ പറ്റും. അതിന് ശേഷം നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്കെൽറ്റനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിലൊരു ആർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ നമുക്ക് ആക്രിലിക് പെയിൻറ്റും അതുപോലെ ഗ്ലാസ് പെയിൻറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ചെയ്യാം. ഞാനപ്പോൾ ഇവിടെ ഗ്ലാസ് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്യാനത് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ എടുക്കാം. ഞാനിവിടെ ഒരു ക്യൂട്ട് ബുദ്ധയുടെ പിക്ചറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഈദ് മുബാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പിക്ചറും കൂടി, അതും 2 എണ്ണം ചെയ്യാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒരു പെന്ന് വെച്ച് വരച്ച് കൊടുക്കാൻ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ എളുപ്പത്തിനായിട്ട് ഇതുപോലെ ഇതിന് മുകളിൽ വെച്ചൊന്ന് ജസ്റ്റ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. അതൊന്നും ഇങ്ങനെ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ ലീഫ് ഭയങ്കര തിന്നായതാണ്. അപ്പോൾ അതുകൊണ്ട് ടേപ്പൊക്കെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഇതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് ഞാനിവിടെ ഗ്ലാസ് ലൈനറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ ഔട്ട്ലൈനറാണ് യൂസ് ചെയ്യണത്. നമുക്ക് ഗോൾഡ്, സിൽവർ അങ്ങനെ പല കളർ ഔട്ട്ലൈനർ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ 3D ഔട്ട്ലൈനർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് പല കളേഴ്സ് കിട്ടും. അത് നമ്മുടെ ഒരു ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. നമ്മുടെ ഈ പിക്ചർ വളരെ ചെറിയ പിക്ചർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചറൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള പിക്ചർ ആകുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ ഔട്ട്ലൈനർ ഭയങ്കര തിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ചെയ്ത് വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും സിമ്പിൾ പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് ഈ ഔട്ട്ലൈൻ നന്നായിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കണം. ഡ്രൈ ആയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ആകെ രണ്ടും കൂടി മിക്സായി പോവും. അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാം. നമുക്കിതുപോലെ ഗ്ലാസ് പെയിൻറ്റ് ചെറിയ ചെറിയ ബോട്ടിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ഗ്ലൂ ഉണ്ടല്ലോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്ലിയർ ഗ്ലൂ ഉണ്ട്. ആ ഗ്ലൂവിൽ നമുക്ക് വാട്ടർ കളറോ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഗ്ലാസ് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ഈ താമരക്കൊക്കെ ഒരു മജന്ത കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബോഡി പാർട്ടിലൊക്കെ ഞാൻ വിചാരിച്ചൊരു യെല്ലോ കളർ ചെയ്യാമെന്ന്. നിങ്ങൾ ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുപോലെ കളർ മിക്സ് ചെയ്യുമ്പോൾ, കളർ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു മജന്തയും മഞ്ഞയും ഒരുമിച്ച് കൊടുക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കൊടുത്ത് ചെറുതായി ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത കളർ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ വേറെ ഭാഗത്തായിട്ട് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ മിക്സ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിത് ഡ്രസ്സിനായിട്ട് ഞാനിവിടെ 3D ഔട്ട്ലൈനർ ഗോൾഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിക്വിഡ് എംബ്രോയ്ഡറി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ബോട്ടിലിൽ. അത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും കിട്ടും. ഗോൾഡ്, സിൽവർ, അതുപോലെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിവിടെ ഇത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് പെയിൻ്റ് അല്ലാതെ ഈ ഇത് മാത്രം വെച്ച് അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഫ്രെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു തിക്ക് പേപ്പർ
പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഈദ് മുബാർക്ക് എന്ന് എഴുതിയിട്ടുള്ള ഒരു പിക്ചറും കൂടി ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ലിക്വിഡ് എംബ്രോയിഡറി ആണ്. അതായത് 3D ഔട്ട്ലൈനർ എന്ന് പറഞ്ഞിട്ട് ഗോൾഡ് കിട്ടും. അത് വെച്ചിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതുപോലെ ഒരു പിക്ചർ എടുക്കുക. ഞാൻ മുമ്പ് കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബായ്.